ഇയാൾക്ക് ഇങ്ങനെയാണ് റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്നത്? സോറി, ഒരു അത്യാവശ്യമായതുകൊണ്ട്. എന്ത് അത്യാവശ്യമാണെന്ന്? വീണ്ടും ലെറ്ററോ? എടോ ഇയാൾക്ക് മതിയായില്ലേ? വീണ്ടും ആ ലെറ്ററായിട്ട് എന്റെ പിന്നാലെ വന്നിരിക്കുന്നു. സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇയാൾ ഇങ്ങനെയൊന്നും പറയരുത്. എടോ ഇയാൾ എന്റെ അനിയത്തിക്ക് ലവ് ലെറ്റർ കൊടുത്തു എന്നുള്ളത് സത്യമല്ലേ? അതിന് പുറമെ വേറൊരു സത്യം കൂടി ഉണ്ട്. അതറിയണമെങ്കിൽ ഇയാൾ ഇത് വായിക്കണം. വായിച്ചില്ലെങ്കിൽ? വായിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാവേരി, ഇത്രേ ഉള്ളൂ എന്ന് ഞാൻ കരുതിക്കോളാം. എത്രേ ഉള്ളൂന്ന്? ഇയാൾ ഈ ഏരിയയിലെ റൌഡിയാണെന്നും പെൺദാതിയാണെന്നൊക്കെ ആൾക്കാർ കരുതുന്നത്. അതൊന്നും അല്ല. ഒരു പ്രേമലേഖനം വായിക്കാനുള്ള ചങ്കുറപ്പില്ലാത്ത ആളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം. പ്രേമലേഖനം വായിക്കാൻ ചങ്കുറപ്പോ? അതെ, ആരെങ്കിലും ആണുങ്ങൾ 4 ചക്കരവാക്ക് ഒരു വെള്ള കടലാസിൽ എഴുതി കാണിച്ച പ്രേമമാണെന്ന് പറഞ്ഞ് അടപടല മൂക്കും കുത്തി വീഴുന്ന ആളാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞോളാം. അതിന്റെ മറുവശം നോക്ക്. അതില് വിനീത് എന്ന പേര് എഴുതിയിരിക്കുന്നുണ്ടോ? പുറകിലാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എഴുതി ചേർത്തതാ. മനുഷ്യരായാലേ ആരെങ്കിലും ഒരു വിശ്വാസം വേണം. വിശ്വാസം ഇല്ലെങ്കിലേ ആ ലെറ്റർ കൊണ്ടുവന്ന കുട്ടിയോട് ചോദിക്കേ അതാർക്ക് കൊടുക്കാനാ പറഞ്ഞതെന്ന്. ഇനി അതും അല്ലെങ്കിൽ ആ വിനീതിനോട് പോയി ചോദിക്കും ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടോന്ന്. വിനീതേ, ഇയാളുടെ ചേച്ചി ഗംഗയ്ക്ക് എഴുതിയതാ. ശരി, ഇനി മാപ്പുറത്തിലും കണ്ണീരൊന്നും വേണ്ട. ഞാൻ അതൊക്കെ എപ്പോഴേ ക്ഷമിച്ചു. ഇതൊക്കെ എന്ത്? അത് പിന്നെ പ്രായപൂർത്തിയാകാത്ത എന്റെ അനിയത്തിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞാ ഞാൻ എന്താ കരുതണ്ടേ? എന്നാലും എന്തൊരു എടുത്ത് കേട്ടോ. എന്തൊക്കെ ഇയാൾ എന്നെ പറഞ്ഞത്? അതിന് ഐ എം സോറി. ഇനി ഇയാളുടെ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ? ഞാൻ തന്നെ വായിക്കാം. എന്റെ ജീവനെ. അല്ല, ഇയാളുടെ ചേച്ചിയെ ഗംഗയെ വിനീത് വിളിക്കുന്ന ഇയാൾക്ക് സുഖം തന്നെയല്ലേ? തീരെ സുഖകരമായ അവസ്ഥയല്ല എന്റേത്. എന്നെയും നിന്നെയും തഴുകുന്നത് ഒരേ കാറ്റ്. പക്ഷെ ഈ കാറ്റ് എന്നെ പൊള്ളിക്കുന്ന പോലെ തോന്നുന്നു. എന്റെ പ്രിയതമേ. അല്ല, ഇയാളുടെ ചേച്ചി ഗംഗയോട് നീ എന്റെയും ഞാൻ നിന്റേതെന്നും കരുതിയ ഇത്രയും നാളും ജീവിച്ചത്. അതായിരുന്നു എന്റെ ലോകം. പെട്ടെന്നൊരു ദിവസം ആ ലോകത്തുനിന്ന് ഒരാള് പിന്മാറിക്കഴിഞ്ഞ ബെൽറ്റ് പൊട്ടിയ തയ്യൽ മെഷീൻ പോലെയാകും എന്റെ ജീവിതം. ചവിട്ടിയാലും ചലിക്കില്ല. എന്താ കാവേരി? ഏത് പൊട്ടനാ ഇത് എഴുതിയത്? ഞാനാ വിനീത് പറഞ്ഞിട്ട് എഴുതിയതാ. എനിക്ക് തോന്നി വിനീതേട്ടൻ എന്തായാലും ഇതിൽ കൂടുതൽ ബോധമുണ്ട്. എന്താ കുഴപ്പം? എന്താ കാവേരി? ഉപ്പില്ലാത്ത പഴങ്കഞ്ഞിന്നും ബെൽറ്റ് പൊട്ടിയ തയ്യൽ മെഷീൻ എന്നൊക്കെ ആരെങ്കിലും ലവ് ലെറ്ററിൽ എഴുതുവോ? അല്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും സജീവമായ കാലത്ത് ആരെ ഈ ലവ് ലെറ്റർ ഒക്കെ എഴുതുന്നത്? കാര്യമില്ല നിവിൻ, ഗംഗേച്ചിക്ക് വേറെ കല്യാണം ആലോചിക്കുക. അയ്യോ, വിനീതിന് ഗംഗയെ പ്രാണനാണെന്ന് ഗംഗ അറിയണ്ടേ? അതൊക്കെ ഗംഗേച്ചിക്ക് അറിയാം നിവിൻ. പ്രേമം ഒരാൾക്ക് മാത്രം ഉണ്ടായാൽ മതിയോ? കൂടെ ജീവിക്കേണ്ട ആൾക്കൂടെ ഇത് തോന്നണ്ടേ? വിനീതേട്ടൻ നല്ലയാളാ, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ ഗംഗേച്ചി ആഗ്രഹിക്കുന്നത് വേറൊരു ജീവിതം. വിനീതേട്ടനാണെങ്കിൽ ഈ പുഷ്പവാടി വിട്ട് വേറൊരു ജീവിതം സങ്കല്പിക്കാൻ പറ്റില്ല. അവിടേക്ക് ഗംഗേച്ചി ഒതുങ്ങിക്കൂടണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് വരണം. അതൊരു പൂ വിരിയുന്ന പോലെയാ. രണ്ടുപേർക്കും ആ ഫീൽ ഉണ്ടാവണം. ഒരിടത്ത് പൂ വിരിഞ്ഞു, അടുത്തയാൾക്ക് എന്താ പൂ വിരിയാത്തതെന്ന് നമുക്ക് ചെന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഗംഗേച്ചിക്കും വിനീതേട്ടനും പരസ്പരം ഇഷ്ടമാണെന്ന് ഇരിക്കട്ടെ. ആ ബന്ധത്തെ ആരെങ്കിലും എതിർത്താൽ നമുക്ക് ഇടപെടാം, കല്യാണം വരെ നടത്തി കൊടുക്കാം. പക്ഷെ ഇവിടെ അതല്ല സിറ്റുവേഷൻ. വിനീതേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോ സങ്കടം വരുന്നുണ്ട്. എല്ലാം ശരിയായി വരണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം ശരിയാക്കേണ്ട ആള് അത് നമ്മളല്ലല്ലോ. വിനീതേട്ടൻ മര്യാദയ്ക്ക് ജീവിച്ചു പൊക്കോട്ടെ. ഇയാൾ ഈ ബെൽറ്റ് പൊട്ടിയ തയ്യൽ മെഷീനും കൊണ്ട് വിനീതേട്ടന്റെ പുറകിടന്ന് ഭ്രാന്ത ആണ്ട. എന്താ അവരിങ്ങ് എത്തിന്ന്. അരേന്തേട്ടാ, അവർ 10 മിനിറ്റിൽ എത്തുന്ന ജയപാലൻ പറഞ്ഞത്. അവർ ചിത്രം കൂടെ എത്തിയത്രേ. അതിനെന്താ കുഴപ്പം? ഇവിടെ ഓക്കെയാ. അമ്മ എവിടെ ഇരിക്കുകയെന്നാ? പിന്നെ ഞാൻ എഴുന്നേറ്റ് ഓടണം. ഇതേ എന്റെ മകനുണ്ടാക്കിയ വീടാ. എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അമ്മ എവിടെ വേണമെങ്കിലും ഇരുന്നോ, അമ്മയുടെ ഇഷ്ടത്തിന്. പക്ഷെ അവര് വരുമ്പോ ഒന്ന് ചിരിച്ചൊക്കെ സംസാരിക്കണം. ഓ പിന്നെ ഞാനെന്താ പറയാനാ? ഇവിടെ പറയുന്നത് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ. പിന്നെ ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ചാ മതിയോ? ഒരു പെണ്ണുകാണൽ ചടങ്ങാ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പെണ്ണുകാണ ചടങ്ങ്. അരേതേട്ടാ, ഞാനിപ്പോ വരാട്ടോ. ഒരു പെണ്ണുകാണല്ലേ. വാ ഇറങ്ങിയോ. ഇതാ നമ്മളെ വീട്. വാ വരണം. നമ്മള് കാത്തിരിക്കുവോ? അതെ, വീട് കൊള്ളാല്ലേ? നല്ല ചെലവായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേച്ചി അവര് വന്നു തോന്നുന്നു. കൊള്ളാല്ലേ? അരവിന്ദാ അരവിന്ദാ. സാറേ, അവര് വന്നിട്ടോ. വാ എത്തിയോ? വാ അകത്തോണ്ടിരിക്കാം. വാ ഇരിക്കേ. കഴിഞ്ഞില്ലേ മക്കളെ, കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? ഇതെന്ത് പറയാനാ, സൂപ്പർ അല്ലേ, സുന്ദരല്ലേ? മതി വാ, അവര് വന്നിരിക്കുക. ഓ, ഇനി ഇതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. മാനേ സാറേ, വരുവാനെന്തേട്ടാ? എത്തിയല്ലോ. അല്ല, അരവിന്ദനെ സാറിനെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അരവിന്ദ, ഇത് ജയൻ, ഋഷിയുടെ അച്ഛൻ. അമ്മ ഇന്ദുലേഖ. ഇത് വല്യച്ഛനും വല്യമ്മയും, സാജനും പത്മേരൻ. അതെ, ഇത് രാധമ്മ, അരവിന്ദന്റെ അമ്മയാ. അരവിന്ദന്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെ അമ്മയാ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അരവിന്ദനെ ജോലി ഗൾഫില. 4 പെമ്മക്കളാ ഉള്ളത്. അത് ഈ മൂത്ത ആളെയാ നിങ്ങൾ കാണാൻ വന്നേക്കുന്നത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ ജയബാല? എന്നാലും അതങ്ങനല്ലല്ലോ. എല്ലാവരുടെ സ്ഥാനത്തെത്തി അതൊക്കെ പറയണല്ലോ. ഞങ്ങൾക്ക് 2 മക്കളാ, ഒരാണും ഒരു പെണ്ണും. കൃഷിയുടെ മൂത്തയാളാ ഋതു. അവളെ ചെങ്ങന്നൂരാ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത്.
ഋഷിയുടെ ജോലി ഓ അവൻ എഞ്ചിനീയറാ അവനിപ്പോ ദുബായിലാ. ഓ മാസം 4 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ലക്ഷം രൂപ. എന്താ പിന്നെ നമുക്കേ ആ. ആ ചടങ്ങ് നടത്താം. നടത്താം. ശാരദ മോളെ വിളി. ഗംഗേ മോളെ ഗംഗ ഇങ്ങ് വാ. ഇതാ നമ്മളെ പെങ്കൊച്ച് ഗംഗ. ദാ ഈ മോള് കാവേരി. ദേ മൂന്നാമത്തെ ആള് ഇവളാണ് യമുന. ഏറ്റവും ഇളയത് ദാ ഞങ്ങളുടെ സുന്ദരക്കുട്ടി നീള. എല്ലാവർക്കും നദികളുടെ പേരാണല്ലോ. അതെ അതെ അതെ. അഞ്ചാമതൊരാളുണ്ടായിരുന്നെങ്കിലേ നർമ്മദയെന്ന് പേരിടായിരുന്നു. ചായ കൊടുക്ക്. അയ്യോ വേണ്ട ഇവർക്കൊടു കൊള്ളാം. കുടിക്കല്ലാരും ചായ. ആ കഴിക്കേ. മോള് ഏതുവരെ പഠിച്ചു? +2 തോറ്റു. രണ്ടാമത്തോള് കാവേരി BBA പഠിച്ചോണ്ടിരിക്കുക. പിന്നെ യമുന ആണെങ്കിൽ സിവിൽ സർവീസ് കിട്ടണമെന്നും പറഞ്ഞ് പഠിച്ചോണ്ടിരിക്കുക. നിളയും പഠിക്കാൻ നല്ല പഠിക്കുക. അവരുടെ കാര്യമല്ലല്ലോ ചോദിച്ചത്, ഗംഗയുടെ കാര്യമല്ലേ ചോദിച്ചത്. പഠിപ്പൊന്നും നോക്കണ്ട, അവർക്കൊന്നും ഞാൻ കുറക്കൂല. അല്ലെങ്കിലും ഒരുപാട് പഠിപ്പുള്ള കുട്ടികളെയൊന്നും അല്ല ഞങ്ങൾ നോക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ അവൻ സമ്പാദിക്കുന്നുണ്ടല്ലോ. അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണം. നിങ്ങളെ മോനെ ഗംഗ നന്നായി നോക്കും. ആ. ആധാരം കുറപ്പാ. അങ്ങനെ ഞാൻ ഓളെ വളർത്തിയിരിക്കുന്നുണ്ട്. അല്ല ചെറുക്കൻ എന്താ വരാത്തെ? അവന് ലീവില്ല. ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട അവൻ വന്ന ഉടനെ നിശ്ചയം നടത്താന്ന് അവൻ പറയുന്നത്. ആ ഫോട്ടോ കണ്ടപ്പോഴേ അവൻ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കും എതിർപ്പൊന്നുമില്ല. വന്ന് കണ്ടപ്പോ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ മെടുക്കി. പിന്നെ വൈകിപ്പിക്കണ്ട, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല പയ്യനുടനെ വരും. നമുക്ക് അടുത്ത ആഴ്ച നിശ്ചയം നടത്താം. അല്ലേ എന്താ? ആ പിന്നെ അല്ലാതെ ആ ജയപാൽ എന്താ പറഞ്ഞത് അതുപോലെ. ആകെ ഒരു സങ്കടമുള്ളൂ, കല്യാണം കഴിഞ്ഞ ഉളങ്ങ് പോലൊന്നും. അയ്യോ അപ്പോ കല്യാണം കഴിഞ്ഞ ഗംഗ ചേച്ചിയെ ദുബായിലേക്ക് കൊണ്ടുപോകോ? ആ കൊണ്ടുപോകാലോ. വിഷമിക്കണ്ട, അവനെ 2 മാസത്തെ ലീവുണ്ട്. കല്യാണത്തിനും വിരുന്നിനുമൊക്കെ ആയിട്ട് ആവശ്യത്തിന് സമയമുണ്ട്. ഓ ഇനി എന്താ പ്രശ്നം? സമാധാനായി. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ എന്റെ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. കണ്ടോ ഒരു പമ്മി മോളുമായി. വാ മോളെ. അതാ മോൾക്ക് ഇഷ്ടായില്ലേ ഞങ്ങളുടെ ഋഷിയെ? അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതെനിക്ക് സമ്മതം. എനിക്ക് മോളുടെ നമ്പർ ഒന്ന് വേണം കേട്ടോ. ഋഷിക്ക് കൊടുക്കാനാ. നിശ്ചയമൊക്കെ ആകുമ്പോഴേക്കും ഒരു ഐസ് ബ്രേക്കിംഗ് ആവും. കേട്ടോ ജയ, ഈ ജയപാലൻ ഒരു കാര്യം പറഞ്ഞ എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. എനിക്ക് എന്നേക്കാൾ വിശ്വാസം ജയപാലിനാന്ന് പറഞ്ഞാലും തെറ്റ്. മനസ്സിലായി. എന്തോ ഈ ജയപാലൻ ഞാനും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് ഞങ്ങൾ പിച്ച വെച്ച് തുടങ്ങുമ്പോഴാണ് പറയാം. അത് മനസ്സിലായി. പയ്യെ പറ, അവിടെ എല്ലാരും ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? അവരൊക്കെ സംസാരിക്കുന്ന കേൾക്കണ്ടേ? കേട്ടിട്ട് എന്ത് ചെയ്യാൻ? പിന്നെ അതിരിക്കട്ടെ, നിന്റെ ചേച്ചിക്ക് അവർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ. അതെങ്ങനെ മനസ്സിലായി? അങ്ങനെയല്ലേ എല്ലാരും സംസാരിക്കുന്നേ. പെണ്ണ് കാണൽ ചെക്കനെ വന്നില്ല, ആളെ കാണാൻ എങ്ങനെ ഇഷ്ടപ്പെടും? നിശ്ചയത്തിന് ചെറുക്കം വരുമല്ലോ, അപ്പൊ കാണാലോ. അതൊക്കെ എനിക്കറിയാം. ഈ കല്യാണത്തിനൊക്കെ മുന്നേ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് ഇടപഴകണ്ടേന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കും പോലെ. അപ്പൊ ഇപ്പൊ നമ്മള് സംസാരിക്കുന്ന കല്യാണം കഴിക്കാനാ? കുറച്ച് കഴിയുമ്പോ കല്യാണം കഴിക്കണമല്ലോ. ഇത് സീരിയസ് ലവ് ആണോ? ഞാൻ വിചാരിച്ചത് നീ വെറുതെ ഫ്ലോട്ട് ചെയ്യാനായിരിക്കുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ഞാൻ ഫ്ലർട്ട് ചെയ്തോ, നീ സീരിയസ് ആയിട്ട് പ്രേമിച്ചോ. എടി സീരിയസ് ലവ്, കോമഡി ലവ് എന്നൊക്കെ ഉണ്ടോ? ലവ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ആലോചിക്കുന്നേ, ഇതുപോലെ നിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ കയറി വന്നാലോ എന്ന്. ഇപ്പോഴെയോ? ഇപ്പൊ എന്തായാലും പറ്റൂല, ഹാള് നിറയെ ആൾക്കാരിരിക്കില്ലേ. നാളെ ആയാലോ? നീ അടി വാങ്ങിക്കും കേട്ടോ. നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിനക്കും കിട്ടും, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്കും കിട്ടും. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു 2-3 വർഷം കാത്തിരിക്കാൻ പറയും, അത്രേ ഉള്ളൂ. ഓ ശരി. യമുന എവിടെ പോകുന്നു നീ? കാത്തിരിക്കാനല്ലേ പറഞ്ഞു. ഞാനേ അകത്ത് പോയി കാത്തിരിക്കാം, അവിടെ തന്നെ എല്ലാരും ഉള്ളത്. പിന്നെ ഒരു സത്യം പറയട്ടെ, നിന്നെ പ്രേമിക്കാനേ ഒരു ത്രില്ലടി എന്ന് പറഞ്ഞാലേ നിന്റെ വീട്ടുകാർക്കും എതിർപ്പില്ല, പിന്നെ എന്റെ വീട്ടുകാർക്കും എതിർപ്പില്ല. ഒരു റൊമാൻറ്റിക് മൂവി ആകുമ്പോഴേ ഒരു ബന്ധിയാക്കല്, ഒരു ഫൈറ്റ്, ഒരു ഒളിച്ചോട്ടൊക്കെ വേണ്ടേ? ചിരിക്കണം തോന്നിയാ ചിരിക്കണം, അല്ലാതെ മനസ്സിൽ വിളിച്ചോണ്ടിരുന്നിട്ടൊരു കാര്യം കേട്ടോ. പിന്നെ ആകെ ബോറടിക്കുന്നു, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വന്നാലോ? ഞാനൊന്നുമില്ല. അതെന്താ? വിശാൽ, അയ്യോ കാവേരി ചേച്ചി, വിശാലിന്റെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാവുന്ന കാര്യം അച്ഛനറിയാലോ, പിന്നെന്താ അന്വേഷിക്കുന്നത്? എന്താ കാര്യം പോയി ചോദിച്ചു നോക്ക്. ശരി ശരി വേടാ, പോയിട്ട് വരാം. ഇവിടെ എന്താ നടക്കുന്നത്? വെറുതെ സംസാരിച്ചു നിന്നു. മിക്കപ്പോഴും തമ്മിൽ കാണുന്നവരാ, ഒരേ കോളേജിൽ പഠിക്കുന്നുണ്ട്. അതിനിടയിൽ ആരും കാണാതെ എന്താ ഇത്ര സംസാരിക്കാൻ? ഇതൊന്നും ശരിയല്ല. ബോറടിക്കുന്നു പറഞ്ഞു. ബോറടിച്ച ജയപാൽ ഞങ്ങളുടെ മോനല്ലേ? ഞാൻ വേറെ ആരോട് സംസാരിച്ചെന്ന പോലെ ഉണ്ടല്ലോ. ജയപാൽ ഞങ്ങളുടെ മോനാണ്, പരിചയക്കാരനുമാണ് എന്ന് കരുതി ഒളിച്ചും പാത്തും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. തിരുവല്ലക്കാരാന്ന് മാത്രം അറിയാം മോളെ. അത് തന്നെ ആ ശാരദയുടെ നാവിന്നേ ഞാൻ കഷ്ടപ്പെട്ട് ചോർത്തി എടുത്തതാ. അല്ല മോക്കിതാ രാധമ്മയോട് നേരിട്ടങ്ങ് ചോദിച്ചാ പോരായിരുന്നോ? അവരും ആ വീട്ടിലല്ലേ താമസിക്കുന്നേ. ഓ എനിക്കിപ്പോ അവരുമായിട്ടൊന്നും വലിയ അടുപ്പമില്ല ലൂസിയമ്മേ. പെണ്ണുങ്ങൾ ഏതാണ്ടൊക്കെ കുശൂഷിക്കുന്നത് ഞാനും കേട്ട്. പണത്തിന്റെ പുറത്തല്ലേ മോളെ ബന്ധുവും സ്വന്തവും ഒക്കെ പറയുന്നത്. പണം ഇല്ലാത്തവൻ പിണം. അല്ല അവരെ അടുത്ത വീട്ടുകാരോടോ നാട്ടുകാരോടോ ഒന്നും അന്വേഷണം ഒന്നും നടത്തില്ലേ ലൂസിയമ്മേ? എവിടൊന്നു? ജയപാലന്റെ ഇടപാടായതുകൊണ്ടേ അതൊന്നും നടക്കത്തില്ല. നേരെ പോന്നുള്ള രീതിയല്ലേ ജയപാലന്. അയാളെ എല്ലാവർക്കും വിശ്വാസമല്ലേ. ഏത് നാട്ടിൽ ചെന്നാലും ആൾക്കാരെ കയ്യിലെടുക്കാനേ അയാൾക്ക് നല്ല മിടുക്ക. ഈ നാട്ടിലൊരു കല്യാണം നടക്കണമെങ്കിൽ അത് ലൂസിയമ്മ അറിയാതെ നടക്കില്ല എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അതൊക്കെ പണ്ട്. ഈ മാട്രിമണിയിലൊക്കെ വന്നേ പിന്നെ നമ്മുടെ കടയൊക്കെ അടച്ചു കൂട്ടിയില്ലേ മോളെ. ഓരോ ജാതിക്കാർക്കും വെവ്വേറെ സൈറ്റ് ഉണ്ടെന്നാ പിള്ളേര് പറയുന്നേ. മോള് വിഷമിക്കൊന്നും വേണ്ട, ആളിനെ കൊണ്ടുവരാനേ കമ്പ്യൂട്ടറിന് പറ്റൂ.
നടക്കണമെങ്കിലേ മനുഷ്യൻ തന്നെ വിചാരിക്കണം. ദേ ഇപ്പോഴും ഈ ലൂസിയാമ്മ വിചാരിച്ചാൽ ചിലതൊക്കെ പറ്റും. കല്യാണം നടത്താനും കല്യാണം നടത്തിക്കാതിരിക്കാനും. പിന്നെ തിരുവല്ല ഭാഗത്ത് എനിക്കൊരു പരിചയക്കാരനുണ്ട്, ഒരു റോഡ് കോൺട്രാക്ടർ സുകുമാരൻ. അവൻ വിചാരിച്ച ചിലതൊക്കെ നടക്കും. ലൂസിയമ്മ ഇത് വെച്ചു. ആ മരത്തിലെ ഇല മുഴുവൻ പിച്ച് കളയിലെ ഗംഗ ചേച്ചി. ആരാ തന്നെ നിന്നെ അടിച്ചത്? അച്ഛനാണോ? അച്ഛനല്ല. പിന്നെ? എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇനി ജോലിക്ക് ചെല്ലണ്ടാന്ന്. മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും ചെയ്യല്ലേ അമ്മേ. ആദ്യം നിന്റെ അമ്മാവനോട് ചെന്ന് പറ മനസാക്ഷി ഉണ്ടാക്കാൻ.